ബിസ്മി എസ് റാവുത്തറുടെ പെണ്ണകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം എഴുത്തുകാരിയും സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ബിസ്മി എസ് റാവുത്തറുടെ പെണ്ണകം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഒരുപക്ഷെ ഞാൻ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന, നേരത്തെ പറഞ്ഞ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ വരാം. ഒരിക്കലും ഞാൻ ഒരു ആണുങ്ങളെയും കുറ്റം പറയില്ല. ഒരു സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല, ഒരു പുരുഷനില്ലെങ്കിൽ സ്ത്രീയുമില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അവളെ കഴിവിനെ അംഗീകരിക്കാതെ പോകുമ്പോഴാണ് അവളവിടെ പരാജയപ്പെടുന്നത്. ഞാനത് കൂടുതലായിട്ട് എൻ്റെ ബുക്കിൽ എഴുതിയിട്ടില്ല, ചെറുതായിട്ട് മാത്രം, ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വെച്ച് റിട്ടയർഡ് അഡീഷണൽ SP ശിവപ്രസാദ് പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ C ഉദയകല പുസ്തകം ഏറ്റുവാങ്ങി. ഈ പറയുന്ന പാർവതി പരമേശ്വരന്മാരുടെ അർദ്ധസ്ഥാനമൊന്നും കൊടുക്കണമെന്ന് ഉദയകല ടീച്ചർ പറയുന്നില്ല. അർദ്ധസ്ഥാനം, പകുതി സ്ഥാനം പോലും വേണ്ട, ഒരിത്തിരി ഇടം, ഒന്ന് കാലുറപ്പിക്കാനുള്ളൊരിടം അത് കൊടുക്കും എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ബിസ്മിമാർ നമ്മുടെ ഈ ലോകത്തുണ്ടാകും എന്നും, എഴുത്തിടങ്ങളിൽ സജീവമാകുന്ന തൂലികകൾ പുതിയ വിപ്ലവം രചിക്കും എന്നും എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പാതി ആകാശത്തിനും ഭാവി ഭൂമിക്കും സ്വന്തമായവളെ രണ്ടാം സ്ഥാനക്കാരിയാക്കി മാറ്റിക്കൊണ്ട് സാർത്രനെയും കാഫ്കയെയും എല്ലാം ഏറ്റവും കൂടുതൽ പറയുമ്പോൾ അവർക്ക് പിറകിൽ പ്രവർത്തിച്ച, അവർക്ക് വേണ്ടി നിന്ന വനിതാ രത്നങ്ങളെ, വിർജീനിയ വൂൾഫിനെ, ഇന്ദിരാഗാന്ധിയെ, ഹെലൻ കെല്ലറിനെ, സരോജിനി നായിഡുവിനെ, KR ഗൗരി അമ്മയെ ഒക്കെ മറന്നു പോകുന്ന ഇടത്ത് നിന്ന് പുതിയ പെൺശബ്ദം ഉണരുമ്പോൾ അക്കൂട്ടത്തിൽ ബിസ്മിയുടെയും ശബ്ദം ശക്തമായി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പെണ്ണകത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. പ്രശസ്ത നോവലിസ്റ്റ് ഡോക്ടർ ജോർജ് ഓണക്കൂർ പുസ്തകം അവതരിപ്പിച്ചു. പക്ഷേ പുസ്തകത്തിന്റെ ഒരു മെറിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരു ആമുഖം എഴുതി കൊടുക്കാം എന്ന് തീരുമാനിച്ചു. എൻ്റെ വീട്ടിൽ 8 കണക്കിന് അവതാരിക എഴുതാനുള്ള പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ ഇരിക്കെ എന്തുകൊണ്ട് ബിസ്മിയുടെ പുസ്തകത്തിന് ഒരു ആമുഖം എഴുതാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ ഉത്തരം ഈ പുസ്തകം തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടം. കാരണം ഈ ഓതറിനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവരാരാണെന്ന് പോലും ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എഴുത്തു വഴികളിൽ പ്രത്യക്ഷമായ ധീരതയും ഒരു തെളിമ, നമ്മൾ പറയില്ലേ, ഒരു വെണ്മ, ഒരു ശുദ്ധി എന്ന് പറയുമല്ലോ, അക്ഷരങ്ങളുടെ ഒരു വിശുദ്ധി, ആത്മാർത്ഥത നേരിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലക്ക്, എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ഞാൻ ഈ പുസ്തകത്തിന് ഒരു ആമുഖക്കുറിപ്പ് എഴുതാൻ താല്പര്യമെടുത്തത്. പെണ്ണകം എന്ന ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു പെണ്ണിന്റെ മനസ്സിൽ നിന്നും വരുന്ന ചിന്തകൾ, സ്വാതന്ത്ര്യ ചിന്തകൾ, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് വളരെ അയത്ന ലളിതമായി സംഭാഷണം പോലെ അനൗപചാരികമായി പ്രസന്റ് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഈ പുസ്തകത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകം നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് വായിച്ചു തീർക്കാനേ നമുക്ക് പറ്റൂ. ഇടയ്ക്ക് നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. ആ രീതിയിലാണ് ഈ പുസ്തകത്തിന്റെ എഴുത്ത് രീതി. ഇന്നത്തെ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത് 50 വർഷം മുൻപുള്ള സ്ത്രീയുടെ പ്രശ്നങ്ങളല്ല. പക്ഷെ ഇന്നും ആ പ്രശ്നങ്ങൾ പല രീതിയിൽ, പല ഭാവത്തിൽ പ്രശ്നങ്ങളായി തന്നെ നിൽക്കും. അപ്പൊ അതിനോടൊരു സാഹിത്യ മനസ്സുള്ള എഴുത്തുകാരി എന്ന നിലയിൽ ശ്രീമതി ബിസ്മി എസ് റാവുത്തറിന് അതിനോട് ഒപ്പം ചേർന്ന് പോകാൻ കഴിയുന്നില്ല. DYSP പങ്കജാക്ഷൻ, റിട്ടയർഡ് ലേബർ ഓഫീസർ നസീർ ഖാൻ സാഹിബ്, ഇറ്റിമസി ഉടമയും ഗുരുവുമായ യോഗി ശിവൻ, പുരോഗമന കലാസാഹിത്യ ജില്ലാ സെക്രട്ടറി രാഹുൽ, INTUC ഇഫ്ത സിനിമ സീരിയൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭൻ പുതുപ്പള്ളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ജോൺസൺ വൈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. എല്ലാ ലോക മലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ
വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.